ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മുരിമുരിഞ്ഞ ഉഴുന്നുവട ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് റെസിപ്പിയുടെ ഡീറ്റെയിലിംഗ് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിൽ ഉഴുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 3-4 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ശേഷം അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൽ നിന്ന് അല്പമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നിൽ നിന്ന് കുറച്ച് അളവിൽ എടുത്തിട്ട് ഇതിന് ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ട് 3 സ്പൂൺ അളവിൽ അരിപ്പൊടി, 1/4 കപ്പ് ചോറ്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത്രയും ഉഴുന്നിലേക്ക് ഈ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം നമ്മൾ അരച്ചിട്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മൊത്തത്തിലെല്ലാം കൂടി നന്നായിട്ട് യോജിക്കുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്തരത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളകും കറിവേപ്പിലും നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാകെയുള്ള കുരുമുളക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കയ്യിൽ വെള്ളം നനവാക്കിയിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് സെൻറ്ററിൽ വിരലിലൊന്ന് വെള്ളം തട്ടിച്ചിട്ട് ഇതുപോലെ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. 2 ഭാഗങ്ങളും നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ നന്നായിട്ട് കുക്കാവുന്നത് വരെ വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉള്ളു വേവാതൊക്കെ വരും. അപ്പോൾ അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്നി, ചമ്മന്തി, സാമ്പാർ എന്നിവയൊക്കെയാണ് ഉഴുന്നുവടയുടെ കോംബോ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും വീഡിയോസിന് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലിന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.